ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ക്ലോക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലേ ക്ലോക്ക്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ക്ലോക്ക് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റ് നല്ല വർക്കിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ക്ലോക്ക് ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയത് ശരിക്കും. എന്നാൽ പിന്നെ ക്ലോക്ക് ഉണ്ടാക്കാമെന്ന് കരുതി നമ്മൾ പണ്ട് റെസിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോൾഡ് മേടിച്ചായിരുന്നു, ഒരു സർക്കിൾ ഷേപ്പിലുള്ളത്. ആ മോൾഡിലാണ് നമ്മൾ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ റോളറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ വെച്ചിട്ടാണ് നമ്മൾ മിനിമം ഒരു സൈസിൽ തന്നെ നല്ല കനത്തിൽ തന്നെ പരത്തിയിട്ടുണ്ടായിരുന്നു. പരത്തി ഏകദേശം സെറ്റായി. ക്ലോക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ വളരെ ഈസിയാണെന്ന് വിചാരിച്ചു, പക്ഷെ അത്ര ഈസി ഒന്നുമല്ല, ഇച്ചിരി കഷ്ടപ്പാടുണ്ടേ. എന്നാൽ പിന്നെ തുടങ്ങിയതല്ലേ എന്ന് കരുതി നമുക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് കരുതി ആദ്യം 12-ൽ 2 ഉണ്ടാക്കി, പിന്നെ 6, 9, 3 എന്നീ സംഖ്യകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഏകദേശം ക്ലോക്കിലെ നമ്പേഴ്സൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ക്ലോക്കിൽ എനിക്ക് സെൻറ്റർ ആണെന്ന് അറിയത്തില്ല, എന്നാലും ഒരു ഊഹാഭോഗത്തിലൊരു സർക്കിളിട്ട് നമ്മൾ മോൾഡിൽ നിന്നിട്ട് മൊത്തം ഉണ്ടാക്കിയ വാച്ചിനെ നമ്മൾ പുറത്തെടുത്ത് ബാക്കിലേക്ക് ആ ക്ലോക്കിൻ്റെ പുറകുവശത്തെ ഒരു സ്ക്വയർ ടേപ്പിൽ ആ സെറ്റ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുഴിമാതിരി നമ്മൾ ആക്കി വെച്ചായിരുന്നു, ആ സെറ്റ് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ക്ലേ ക്ലോക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ സ്ക്വയർ ടൈപ്പുള്ള സെറ്റ് ബാക്കിൽ വെച്ച് ഒന്ന് ഫിറ്റാക്കി അതിനെ ലാസ്റ്റായിട്ട് ഒന്ന് ഫിനിഷിങ് വർക്ക് ചെയ്തു. നമ്മൾ വാച്ചിൽ മറ്റുള്ള നമ്പേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ പകരം നമ്മൾ മാഗ്നറ്റിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ മാഗ്നറ്റിക്കിൽ നമ്മൾ ചെറിയ ടോയ്, വേറെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ മാഗ്നറ്റുമായിട്ട് വെക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോക്ക് ഫിനിഷായി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ക്ലോക്കിൻ്റെ. എങ്ങനെയുണ്ട് നമ്മുടെ ക്ലോക്ക്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.